പാവം യുവാവ് കെട്ടിയ പെണ്ണ് ഒളിച്ചോടിയപ്പോൾ ആ യുവാവ് ഒരു തീരുമാനമെടുത്തു. ഏതായാലും തൻ്റെ ഭാര്യ ഒളിച്ചോടി. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ അനിയത്തിയെ തന്നെ കെട്ടാമെന്ന് കരുതി. പാവം അനിയത്തിയെ കെട്ടി ഏകദേശം 1 വർഷം തികഞ്ഞില്ല, അനിയത്തിയും ഒളിച്ചോടുകയാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ കെട്ടുന്ന പെണ്ണുങ്ങളൊക്കെ ഒളിച്ചോടുന്നത്, ഇത് ആരുടെ കുറ്റമാണ്? പലപ്പോഴും അന്വേഷണം അങ്ങോട്ടാണല്ലോ പോകുന്നത്. സത്യത്തിലെ വീട്ടിലുള്ളവരും ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് കെട്ടുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ ഒളിച്ചോടുന്നത്. അവർ വളരെ കാര്യമായി തന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, സത്യത്തിൽ ഈ പാവം യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പവുമില്ല, അത് വളരെ സത്യസന്ധനാണ്. പക്ഷേ കെട്ടുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ ഒളിച്ചോടുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാവം യുവാവിൻ്റെ അമ്മ പറഞ്ഞ് നീ വീണ്ടും കെട്ടിക്കോളൂ. യുവാവാണെങ്കിൽ നിരാശപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ യുവാവിൻ്റെ കുഴപ്പം കൊണ്ടല്ല പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നത്, മറിച്ച് പെണ്ണുങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്. ആദ്യം കെട്ടിയ പെണ്ണും അതുപോലെ തന്നെ അതിൻ്റെ അനിയത്തിയായിട്ടുള്ള പെണ്ണും ഒക്കെ തന്നെ ഇതുപോലെ ഒരു അമ്മയ്ക്കും അച്ഛനും ജനിച്ചതാണെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇതുപോലെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ പ്രേമിച്ച് പാരമ്പര്യമുള്ള പഴക്കവുമുള്ള ഒരു കുടുംബം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇത് ഒരു പാരമ്പര്യമാണോ രോഗമാണോ ഒന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും അച്ഛനും അമ്മയും കാണിച്ച അതേ ആ ഒരു പാരമ്പര്യം തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പാവം ഈ യുവാവിൻ്റെ ഗതികേടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കെട്ടുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ നാട്ടിൽ പറയാനും കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ ഒരു അവസരമായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സത്യം ഇതല്ലേ, ഈ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ അച്ഛൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള മാതൃകയാണല്ലോ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ആയിട്ട് ഇറങ്ങിപ്പോവാം, കല്യാണത്തിനൊക്കെ ഇത്രയും അർത്ഥമുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ പെൺകുട്ടികൾ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു നല്ലൊരു പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ് വിവാഹമെന്നും കല്യാണം കഴിച്ച യുവാവിനെ വഞ്ചിക്കരുതെന്നും അതുപോലെ തന്നെ അത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള വിശ്വാസങ്ങളൊന്നുമില്ലാത്ത ഒരു ധാർമ്മിക അടിത്തറയില്ലാത്തൊരു കുടുംബത്തിൽപ്പെട്ട കുട്ടികളായിരിക്കാം ഇത് എന്നുള്ളതാണ് നമുക്ക് ഇന്നും പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ വികാരങ്ങൾക്കനുസരിച്ച് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കളവിൻ്റെ അടിസ്ഥാനത്തിനാണല്ലോ കൂടുതൽ ഒളിച്ചോട്ടങ്ങളും അതുപോലെ തന്നെ പ്രണയങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ഇതൊരു ശരിയല്ല എന്നുള്ള ചിന്തിക്കാനും ധാർമ്മിക അവബോധം എന്ന് പറഞ്ഞൊരു സൂപ്പർ ഈഗോ ഒന്നും വളരാത്ത പെൺകുട്ടികളായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വഞ്ചന നിറഞ്ഞ രീതികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. അടുത്തതുപോലത്തെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.